നമസ്കാരം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം കേന്ദ്രത്തിൽ ബി.ജെ.പിയെയും അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തെയും യു.ഡി.എഫിനെയും അമ്പരപ്പിച്ച വിജയമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം. കേവല ഭൂരിപക്ഷം ഒറ്റ സീറ്റിൻ്റെ അധികാരത്തിൽ മാത്രമാണ് ഭരണത്തിൽ കയറിയത് എന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദി പോലും രംഗത്ത് വന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും വളരെയേറെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടു കൂടി കണ്ട ഒരു വിജയമായിരുന്നു ബി.ജെ.പിയെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം. ഈ 3 എം.എൽ.എമാരെ കിട്ടിയതിനേക്കാൾ ബി.ജെ.പിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കിട്ടൽ തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അല്ലെങ്കിൽ വിമർശിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സത്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ബി.ജെ.പി വിജയിപ്പിച്ച നേതാക്കന്മാരിൽ ഇത്തരത്തിലുള്ള കാപ്പ കേസ് പ്രതികളെല്ലാം ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് പുറത്തു വന്നത്. എന്നിരുന്നാൽ പോലും ഒരു കാപ്പ കേസ് പ്രതിയായ സുഗതൻ ഏറ്റവും അവസാനമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പാതിരാത്രി പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുമായി ബന്ധപ്പെട്ട ബി.ജെ.പി പരസ്യമായി രംഗത്ത് വരുന്നു. അദ്ദേഹം ഇത്തരത്തിലുള്ള കാപ്പ കേസ് പ്രതിയല്ല എന്നുള്ളത് ബി.ജെ.പി നേതാക്കന്മാരും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള പല നേതാക്കന്മാരും പരസ്യമായി പറയുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിലടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്കറിയാം ഒറ്റ വോട്ടിന് അല്ലെങ്കിൽ ആകെയുള്ള 101-ൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിനും CPM-നും അടക്കം 50, പിന്നീട് ഈ പറഞ്ഞ പോലെ ബി.ജെ.പിക്ക് 50, ഒരു സ്വതന്ത്രൻ, 2 സ്വതന്ത്രന്മാർ, ഇത്തരത്തിലായിരുന്നു അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന അംഗസംഖ്യ എന്ന് പറയുന്നത്. അപ്പം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു ആൾ സ്വാഭാവികമായിട്ടും ബി.ജെ.പിക്ക് സപ്പോർട്ട് കൊടുത്തായിരുന്നു. പിന്നുള്ളത് ഒരു സ്വതന്ത്രനാണ്. അപ്പം അദ്ദേഹവും അൺഎക്സ്പെക്റ്റഡ്ലി ഇന്നലെ നടന്ന യോഗത്തിൽ ബി.ജെ.പിക്ക് സപ്പോർട്ട് കൊടുത്തു. സുഗതൻ്റെ അഭാവത്തിൽ അവിടെ പ്രമേയം പാസ്സാവുന്നു. അതിനിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായൊരു കാര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഗതനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള പരിരക്ഷ കൊടുക്കണം, ഈ പറഞ്ഞ പോലെ കോർപ്പറേഷനിൽ എന്നുള്ള സാധനം അദ്ദേഹം എതിർത്തു അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ചു. അദ്ദേഹം അതിനെ അംഗീകരിച്ചില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് വരുന്നത്. അംഗീകരിച്ചു എന്ന ഇടതുപക്ഷവും പ്രത്യേകിച്ച് ഇന്നലെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ രംഗത്ത് വരുന്നു. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വരുന്നു. കെ എം ഷാജിയും ബി.ജെ.പിയും തമ്മിലുള്ള ഡീലാണ്, അല്ലെങ്കിൽ ലീഗും ബി.ജെ.പിയും തമ്മിലുള്ള ഡീലാണ്, അതല്ലാന്നുണ്ടെങ്കിൽ UDF-ഉം ബി.ജെ.പിയും തമ്മിലുള്ള ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എന്നുള്ള തരത്തിലുള്ള എല്ലാ വാർത്തകൾ വന്നായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഡീലുകളാണ് CPM അല്ലെങ്കിൽ ശിവൻകുട്ടിയും പിണറായി വിജയനെല്ലാം ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ഉന്നയിക്കുന്നത്. ഇത്രയും കാലം CJP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പം യഥാർത്ഥ CJP എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജനതാ പാർട്ടിയാണ് എന്നുള്ള തരത്തിലടക്കം വലിയ തരത്തിലുള്ള CPM-ൻ്റെ സൈബർ മീഡിയകളിൽ ചർച്ച നടക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം UDF-ൻ്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നൊരു കാര്യം മന്ത്രിയുടെ നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് തദ്ദേശ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറിയും അതുപോലെ തന്നെ KAS ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ ചിത്ര P. അരുണിമ സുഗതന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. മന്ത്രി കെ എം ഷാജി പറഞ്ഞതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അതിനെ അംഗീകരിക്കാണ്ട് അവർ സ്വന്തം നിലപാടിൽ ഇത്തരത്തിൽ സ്വന്തം അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സുഗതന് അനുകൂലമായ റിപ്പോർട്ട് എഴുതി കൊടുത്തു എന്നുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്ന UDF സർക്കാരിന് ഇപ്പോഴും അടിത്തട്ടിലുള്ള അല്ലെങ്കിൽ IAS, KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നത്. മാത്രമല്ല ഇവരെ വഴിക്ക് നിർത്താൻ ഇനിയും UDFന് സാധിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യചിഹ്നവും ബാക്കിയുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ED ആക്രമിച്ച കേസിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സാധനം രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിയില്ല? അന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ കിട്ടിയിട്ടും രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അദ്ദേഹം ഈ സാധനം കൈമാറിയില്ല എന്നുള്ളത്. അപ്പം പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം പല നേതാക്കന്മാരും ഇപ്പോഴും CPM, BJP അല്ലെങ്കിൽ CPM-ന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വർക്ക് ചെയ്യുന്ന IAS, KAS ഉദ്യോഗസ്ഥന്മാർ പലരും BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത്. എന്നിരുന്നാൽ പോലും കൗൺസിലർ സുഗതനെതിരെ ഇത്തരത്തിലുള്ള വിട്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ നിയമകാര്യങ്ങളും മറികടന്നിട്ടുള്ള ഇത്തരത്തിലൊരു KAS ഉദ്യോഗസ്ഥയുടെ തീരുമാനം വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായി എന്ന് മാത്രമല്ല ഇതിൽ വരുന്ന മറ്റൊരു വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലീഗിനെ സംബന്ധിച്ചുള്ള ലീഗാണ് BJPക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ മന്ത്രി KM ഷാജി ഇതിനെതിരെല്ലാം എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായിട്ടല്ല എന്നുള്ളതും അത് ആ KAS ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം തീരുമാനമാണല്ലോ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ല അതെന്നുള്ളതും അവർ സ്വന്തം ഒരു കുറിപ്പെന്നോളം മാത്രം എഴുതിയിട്ടാണ് അയച്ചിട്ടുള്ളത് എന്നുള്ളതും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ സാധനം വെച്ചെങ്ങാണ്ട് തിരുവനന്തപുരം മേയർ ഈ സാധനം പാസ്സാക്കി എടുത്തു. സുഗതന് കാലയളവ് നീട്ടിക്കൊടുത്തു. ഏകദേശം 6 മാസത്തോളം സുഗതന് ഇനി
ഈ പറഞ്ഞ പോലെ അവിടുത്തെ കോർപ്പറേഷൻ വരേണ്ടത് ആവശ്യമില്ല. ലീവിനെ അംഗീകരിച്ചുകൊണ്ട് മന്ത്രിയുടെ വാക്കിനെ അല്ലെങ്കിൽ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ അംഗീകരിച്ചുകൊണ്ട് സുഗതന് ലീവ് അംഗീകരിച്ചു എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളാണ് അവിടെ പാസ്സായത്. പക്ഷെ അപ്പോൾ വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. മന്ത്രി പാസ്സാക്കാത്ത അല്ലെങ്കിൽ മന്ത്രി ഔദ്യോഗികമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്ത ഈ സാധനം എങ്ങനെയാണ് ഇനി നിലനിൽക്കുമോ എന്നുള്ളത്, നിയമപരമായി ഈ സാധനത്തെ ചോദ്യം ചെയ്യാൻ പറ്റുകയില്ലേ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നിലപാടാണ് UDF സർക്കാർ എടുക്കുന്നെന്നുള്ളതും, അതല്ല UDF സർക്കാരിൻ്റെ KM ഷാജിക്ക് മുകളിലാണോ BJPയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ UDF നേരിടുന്ന അല്ലെങ്കിൽ ലീഗ് നേരിടുന്ന ഒരു വെല്ലുവിളി PM ശ്രീയാണ്. PM ശ്രീ തന്നെ ഓൾറെഡി വലിയ തരത്തിലുള്ള പ്രതിരോധങ്ങൾ കോൺഗ്രസും ഈ ലീഗും നേരിടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇടുത്തി പോലെ ഈ സുഗതൻ്റെ കാര്യവും ബന്ധപ്പെട്ട ലീഗിൻ്റെ തലയിൽ ഈ സാധനം കൂടി വീഴുന്നത്. എന്തായാലും ഇത് KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലോട്ടാണ് വന്നെത്തിയിട്ടുള്ളത്. സുഗതൻ എന്ന് പറയുമ്പോൾ BJP കൗൺസിലറാണ്. അപ്പോൾ BJPക്ക് വേണ്ടി ലീഗ് വിട്ടുവീഴ്ച ചെയ്തു അല്ലെങ്കിൽ ലീഗ് അടിയറവ് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തലത്തിലും, കാരണം ഒന്ന് ഒരു തീവ്ര ഹിന്ദുത്വ സാധനം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന BJP, മറുവശത്ത് ഇത്തരത്തിൽ സെക്യുലർ ആണെന്ന് അവകാശപ്പെടുന്ന ലീഗ്. ഇപ്പം ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവം എന്നുള്ള രീതിയിലാണ് CPMൻ്റെ ക്യാമ്പയിനിങ് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി അടക്കം ഈ സാധനം ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് ഈ KAS ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളതും, അതുപോലെ തന്നെ സുഗതന് ഇപ്പോൾ കിട്ടിയ 6 മാസത്തെ ഈ പരിരക്ഷ അത് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സാധനവും, ഇത്തരത്തിൽ മന്ത്രിയെ മറികടന്നുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ വന്ന സ്ഥിതിക്ക് ഇവിടെ ആരാണ് സൂപ്പർ പവർ എന്നുള്ള വലിയ ചോദ്യചിഹ്നവും ബാക്കിയാണ്. കാരണം മന്ത്രിക്ക് മുകളിലാണോ ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വർക്ക് ചെയ്യുന്നവർ എന്നുള്ളതും ബാക്കിയാണ്. എന്തായാലും വരും ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം ഇതുമായി ബന്ധപ്പെട്ട് KM ഷാജിനി എന്ത് നിലപാട് പറയും എന്നുള്ളത്.